Good morning. Physics ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്സ് നമ്മൾ ഇന്നലെ ഫ്രിക്ഷൻ്റെ കാര്യങ്ങൾ കണ്ടു അല്ലേ. ഫ്രിക്ഷൻ കുറേ സ്ഥലത്തൊക്കെ ബെനിഫിഷ്യലാണ്, കുറേ സ്ഥലത്തൊക്കെ നോൺ ബെനിഫിഷ്യലാണ് നമ്മൾ കണ്ടു. നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള വേറെ മെത്തേഡ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഫിഗർ എക്സാമിൻ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ബോട്ടിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്, എയറോപ്ലെയിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്, റേസിംഗ് കാറിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, പേജ് നമ്പർ 137. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഷേപ്പ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ബോട്ടിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഷേപ്പിൽ വന്നത്? അല്ലെങ്കിൽ എയറോപ്ലെയിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിങ്സ് ഒക്കെ ഉള്ള ഷേപ്പിൽ വന്നത്? എയറോപ്ലെയിൻ കാറിൻ്റെ മാതിരി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പറത്താൻ പറ്റുമോ? ഓക്കെ, റേസിംഗ് കാറിന് എല്ലാ ഒരു വെഹിക്കിൾസിനും എന്താണ് അതിൻ്റെതായ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ. ഷിപ്പിനൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ ഷേപ്പ് തന്നെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ എന്തിനാണ്? ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനത്തെ വെഹിക്കിൾസിന് അങ്ങനത്തെ ഷേപ്പ് കൊടുക്കുന്നത്. ഈ എയറോപ്ലെയിൻസിന് വിങ്സ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? അങ്ങനെ ഷേപ്പിൽ ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ്? അതിന് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ വേറെ ഷേപ്പിൽ എയറോപ്ലെയിൻ ഏത് കമ്പനിയുടെ എയറോപ്ലെയിൻ ആയാലും സെയിം ഷേപ്പിൽ തന്നെയാണ് അല്ലേ. ഒരു 2 വിങ്സ് ഒക്കെ ആയിട്ടുള്ള ഷേപ്പിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. വേറൊരു ഷേപ്പിലുള്ള എയറോപ്ലെയിൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ. അതെന്തുകൊണ്ടാണ്? ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ എയറിൽ പോകുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പേ സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബേർഡിൻ്റെ പോലെയാണ് എയറോപ്ലെയിൻ ഉണ്ടാക്കിയത്. കാരണം എന്താ? ബേർഡ്സാണ് നമ്മളെ എന്തിനാണ് എയറിൽ ഫ്ലൈ ചെയ്യുന്നത് അല്ലേ. വിങ്സ് കൊണ്ട് ഫ്ലൈ ചെയ്യുമ്പോൾ എന്താ ഫ്രിക്ഷൻ കുറയ്ക്കും. അതേപോലെ തന്നെ ആ ഒരു ബേർഡിൻ്റെ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ എയറോപ്ലെയിൻ്റെ ഒരു സ്ട്രക്ചറും ഉണ്ടാക്കിയത്. എന്നാലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൊരു ഫ്രിക്ഷൻ കുറഞ്ഞ് പെട്ടെന്ന് തന്നെ വേഗതയിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ബോട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സ്ട്രീം ലൈൻ ഷേപ്പ്? അതൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ്. ഓക്കെ, നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഓരോ ഒബ്ജക്ട്സിന് ഓരോ ഷേപ്പ് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഷേപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ പ്രോസസ്സിനെ പറയണത് ഡിസൈൻ ചെയ്യേണ്ട പറയണതാണ് നമ്മൾ സ്ട്രീം ലൈനിങ്. ഓക്കെ, ഇപ്പോൾ സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈനിങ് ദ ഷേപ്പ് ഓഫ് ഒബ്ജക്ട്സ് സോ ആസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റിന് പല പല ഷേപ്പ് കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്തായാലും പറയുന്ന പേരാണ് നമ്മൾ സ്ട്രീം ലൈനിങ്. ഓക്കെ, പല ബോട്ടിന് ഇപ്പോൾ ആ ഒരു ഷേപ്പ് അല്ലേ. ബോട്ടിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു ഇങ്ങനെ ഷേപ്പാണ് ബോർഡ്. വേറെയുള്ള ഷേപ്പുള്ള ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ ഷേപ്പാണ് ബോർഡ് അല്ലേ. അത് സ്ട്രീം ലൈനിങ് ആണ്. അങ്ങനെ ഈ ബോട്ടിന് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കൊടുത്തു, ഈ റേസിംഗ് കാറിന് അങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുത്തു, എയറോപ്ലെയിന് 2 വിങ്സ് ഉള്ള സ്ട്രക്ചർ കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പല ഒബ്ജക്ട്സിന് പല ഷേപ്പിൽ ഡിസൈൻ ചെയ്യും. അപ്പോൾ അതിന് ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് പറയും? സ്ട്രീം ലൈനിങ് എന്ന് പറയും. ഓക്കെ, STREAMLINING. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക വാക്ക് സ്ട്രീം ലൈനിങ്. ഓക്കെ, അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് സ്ട്രീം ലൈനിങ് വന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മൾ ഹാവിങ് യു നോട്ടീസ്ഡ് ഓയിൽ ബീങ് അപ്ലൈഡ് ടു എ പുള്ളി യൂസ് ടു ഡ്രോ വാട്ടർ ഫ്രം വെൽ ആൻഡ് ഓയിൽ ഓർ ഗ്രീസ് ബീങ് അപ്ലൈഡ് ഇൻ ദ മൂവിങ് പാർട്സ് ഓഫ് വെഹിക്കിൾ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡൂയിങ് സോ? എന്താണ്? നമ്മൾ കിണറിൽ നിന്ന് ആ വെള്ളം വലിക്കുന്ന പുള്ളി അല്ലേ. ആ പുള്ളിക്ക് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഓയിൽ കൊടുക്കുന്നു. ഗേറ്റിന് ഇടയ്ക്ക് നമ്മൾ ഓയിൽ കൊടുക്കും. നമ്മുടെ സൈക്കിളിന് നമ്മൾ ഇടയ്ക്ക് ഓയിൽ കൊടുക്കും. അതുപോലെ നമ്മുടെ എന്താണ് മെഷീൻസൊക്കെ വീട്ടിലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് ആ മെഷീനിന് ഇടയ്ക്ക് ഓയിൽ കൊടുക്കും. ഇതൊക്കെ എന്തിനാണ് ഈ ഓയിലും ഗ്രീസൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്രിക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കൂടുതലാകുമ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ തൈ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് ചവിടുന്ന തൈ മെഷീനാണ് കേട്ടോ. കാലുകൊണ്ട് ചവിടുന്ന തൈ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോട്ടറാണ്, അതുപോലെ കാലുകൊണ്ട് തയ്ക്കുന്ന തൈ മെഷീനാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രിക്ഷൻ കൂടുതൽ വന്നെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് കാലുകൊണ്ട് തന്നെ ചവിട്ടേണ്ടി വരും. ഓക്കെ, പക്ഷെ നമ്മൾ ഓയിൽ കൊടുത്ത് ഇത് റെഡിയാക്കാണെന്നില്ല, പെട്ടെന്ന് നമ്മൾ കാല് വയ്ക്കുമ്പോഴേക്കും എന്താണ് അത്രയും എഫേർട്ട് നമുക്ക് കാലിന് കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ എന്താ ഫ്രിക്ഷൻ കുറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സൈക്കിൾ നിങ്ങൾക്ക് അറിയാം. സൈക്കിൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഓയിൽ കൊടുത്താൽ നിങ്ങൾക്ക് ചവിട്ടാൻ എളുപ്പമായിട്ട് തോന്നും അല്ലേ. ചവിട്ടാൻ ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നും. ഓയിൽ കൊടുക്കണേക്കായും എന്ത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റും. കാരണം എന്താ? അവിടെ ഫ്രിക്ഷൻ കുറയുന്നുണ്ട്. അതാണ് നമ്മൾ അങ്ങനെയുള്ള കാരണം. ഓക്കെ, സൈക്കിൾ പെട്ടെന്ന് ചവിട്ടാനുള്ള കാരണം ഒക്കെ ഫ്രിക്ഷൻ്റെ കുറവാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു വലിയ വലിയ മെഷീൻസിനൊക്കെ എന്താണ് മൂവിങ് പാർട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ മൂവിങ് പാർട്സിന് എപ്പോഴും ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. 2 പാർട്ടുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ കൂടുതൽ വരാനുള്ള ചാൻസ് ആണ്. അപ്പോൾ നമ്മളവിടെ എന്താണ് ഓയിൽ കൊടുക്കണം. ഓയിൽ നമ്മൾ കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടി കഴിഞ്ഞാൽ സംഭവിക്കാം മെഷീന് കേടുപാടുകൾ സംഭവിക്കും, മെഷീന് തേയ്മാനം സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ പാർട്സൊക്കെ മാറ്റി വെക്കേണ്ടതൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് കാശ് ചിലവാണ് കാര്യങ്ങളാണ്, അത് നോൺ ബെനിഫിഷ്യറി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പെടും.
അതേപോലെ തന്നെ വേറൊരു നമ്മൾ അതേപോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് അതൊക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മളൊരു പേര് പറയും ലൂബ്രിക്കൻസ്. ഓക്കെ, ലൂബ്രിക്കൻസ് എന്താണ്? മെറ്റീരിയൽസ് യൂസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആർ കോൾഡ് ലൂബ്രിക്കൻസ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ആവാം, ഗ്രീസ് ആവാം, സാധാ ഓയിൽ ആവാം. അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ മൂവിങ് പാർട്സിൻ്റെ ഇടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ലൂബ്രിക്കൻസ്. ഗ്രാഫൈറ്റ് ഒരു ലൂബ്രിക്കൻ്റ് ആണ്. ഓക്കെ, ഗ്രാഫൈറ്റ് ഒരു ലൂബ്രിക്കൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വെച്ച് കൊടുക്കുന്നത്, അതൊക്കെ നമ്മൾ എന്താണെന്ന് പറയും, അതൊക്കെ എന്നൊക്കെ ഒരു കോമൺ ആയിട്ടൊരു പേര് പറയുന്നത് ലൂബ്രിക്കൻസ് എന്ന് പറയും. ഓക്കെ, ലൂബ്രിക്കൻസ് the materials which are used to reduce എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളുടെ പേരാണ് ലൂബ്രിക്കൻസ്. അപ്പോൾ എക്സാമ്പിൾ ഓഫ് ലൂബ്രിക്കൻസ് എന്താണ്? കോക്കനട്ട് ഓയിൽ, ഗ്രീസ്, അങ്ങനെയൊക്കെ പറയാം ലൂബ്രിക്കൻസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പുതിയ പേര് പഠിക്കുന്നത് ലൂബ്രിക്കൻസ്. ഇപ്പോൾ സ്ട്രീം ലൈനിങ് കണ്ടു. ഓക്കെ, ഞാൻ എന്താ ആ നോട്ട്ബുക്കിൽ നിങ്ങൾ ഈ സ്ട്രീം ലൈനിങ് എന്താണെന്ന് എഴുതണം, ലൂബ്രിക്കൻസ് എന്താണെന്ന് എഴുതണം, അതിന് എക്സാമ്പിൾ എഴുതണം കേട്ടോ. ഞാൻ ബോർഡിലൊക്കെ എഴുതുന്നല്ലോ, തിയറി അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് സ്ട്രീം ലൈനിങ്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ എഴുതാം. ഓക്കെ, കാറിൻ്റെ ഡിസൈൻ ഓഫ് എ കാർ, ഡിസൈൻ ഓഫ് എൻ എറോപ്ലെയിൻ എക്സാമ്പിൾ എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ അടുത്തത് സ്ട്രീം ലൈനിങ് കഴിഞ്ഞു. ഓക്കെ, ഞാൻ അടുത്ത് നമ്മൾ കണ്ടത് ലൂബ്രിക്കൻസ്. ലൂബ്രിക്കൻസ്. ഓക്കെ, ലൂബ്രിക്കൻസ് എന്താണ്? മെറ്റീരിയൽസ് യൂസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ലൂബ്രിക്കൻസ്. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? കോക്കനട്ട് ഓയിൽ, ഗ്രീസ്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക അതൊക്കെ എഴുതാം. ഓക്കെ, ഗ്രാഫൈറ്റും ഒരു ലൂബ്രിക്കൻ്റ് ആണ്. അത് കറക്റ്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫൈറ്റ് ഈസ് എ സോളിഡ് ലൂബ്രിക്കൻറ്റ്. ഓക്കെ, മറ്റേതൊക്കെ നമ്മൾ എന്താണ്, ഓയിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേ. ഓയിൽ, ഗ്രീസൊക്കെ നമ്മൾ മെഷീൻ്റെ പാടിലേക്ക് ഇടയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ലിക്വിഡ് ലൂബ്രിക്കൻ്റ് ആണ്, വെള്ളം പോലെയല്ലേ ഇരിക്കണേ. ഇനി സോളിഡായിട്ട് ചില മെഷീൻ്റെ ഇടയിലൊക്കെ നമ്മൾ ലൂബ്രിക്കൻസ് വയ്ക്കും. കട്ടായിട്ട് ഒരു കട്ടയൊക്കെ കയറ്റി വയ്ക്കും. ആ കട്ട എന്ന് പറയുന്നത് എന്താണ്? അത് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഗ്രാഫൈറ്റ് ഒരു മെഷീൻ്റെ വലിയ മെഷീനുകൾക്ക് നമ്മൾ എപ്പോഴും ഓയിൽ കൊടുക്കാൻ പറ്റില്ല അല്ലേ. വലിയ ഹൈറ്റൊക്കെ ഉള്ള മെഷീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓയിൽ കൊടുക്കുന്നത് എന്താ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ എന്ത് ചെയ്യും, സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻറ്റ് വയ്ക്കും. അപ്പോൾ സോളിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയായിട്ടിരിക്കുന്ന ലൂബ്രിക്കൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ലൂബ്രിക്കൻ്റ് ആണ് ഗ്രാഫൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഗ്രാഫൈറ്റ് ഈസ് എ സോളിഡ് ലൂബ്രിക്കൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നെയിം വൺ സോളിഡ് ലൂബ്രിക്കൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ ഗ്രാഫൈറ്റ് ആണ് സോളിഡ് ലൂബ്രിക്കൻറ്റ്. ഓക്കെ, സോളിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയായിട്ടിരിക്കുന്നത്. നമ്മൾ ഓയിലും ഗ്രീസൊക്കെ എന്താ വെള്ളം പോലെ ഇരിക്കുന്നത്, അതൊക്കെ ലിക്വിഡ് ലൂബ്രിക്കൻ്റ് ആണ് കേട്ടോ. അത് ഓർത്തിരിക്കാം. ലിസ്റ്റ് ഔട്ട് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ആസ് ലൂബ്രിക്കൻസ്. അപ്പോൾ എന്താ പറയുക, കോക്കനട്ട് ഓയിൽ, ഗ്രീസ് എന്നൊക്കെ എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വെഹിക്കിൾസിനും അതേപോലെ തന്നെ നമ്മൾ സൈക്കിളിലൊക്കെ യൂസ് ചെയ്യുന്ന ബെയറിംഗ്. സൈക്കിളിൽ നിങ്ങൾക്ക് ആ വീലിൻ്റെ അടുത്തൊരു ബെയറിംഗ് കാണാം, ബോൾ ബെയറിംഗ് ആണ് പറയാം. ഓക്കെ, ബോൾ ബെയറിംഗ്, നീഡിൽ ബെയറിംഗ് ഒക്കെ കാണാം. പല മെഷീനുകളുടെ ഇടയിലും നമ്മൾ ബെയറിംഗ് വയ്ക്കും. ബെയറിംഗ് വെക്കുന്നത് എന്തിനാണ്? ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ബെയറിങ്സ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൈക്കിളിലുള്ളത് ബോൾ ബെയറിംഗ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ഫിഗറില്ലേ 10.9B. അപ്പോൾ നിങ്ങൾ സൈക്കിളിൻ്റെ ആ വീലിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോൾ ബെയറിംഗ് കാണാൻ പറ്റും. നിങ്ങൾക്ക് സൈക്കിളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കുക, അവിടെ നിങ്ങൾക്ക് ബോൾ ബെയറിംഗ് കാണാൻ പറ്റും. ഈ ബോൾ ബെയറിംഗ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബോൾ ബെയറിംഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബോൾ ബെയറിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഉള്ളിലുള്ള ഷേപ്പില്ലേ, അതാണ് ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. ബെയറിംഗ് ആണ് അടുത്ത നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബെയറിംഗ്സ്. ഓക്കെ, ബോൾ ബെയറിംഗ് ഉണ്ട്, നീഡിൽ ബെയറിംഗ് ഉണ്ട്. അപ്പോൾ എന്താ വ്യത്യാസം ബെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഷേപ്പ് ഫിഗർ തന്നെ ഒന്ന് നോക്കി, ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെറിയ ചെറിയ ബോൾസ് ആണ്, അതാണ് ബോൾ ബെയറിംഗ് എന്ന് പറയും. എന്താ ഇങ്ങനെ ബോൾസ് ആയിട്ട് കാണാൻ പറ്റും. സൈക്കിളിലൊക്കെ ബോൾ ബെയറിംഗ് ആണ്, നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബോൾ പോലെ ഇരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് അതിൻ്റെ പേര് ബോൾ ബെയറിംഗ് എന്ന് പറയും. ഇനി നീഡിൽ ബെയറിംഗ് കൊടുത്തിട്ടുണ്ട്. നീഡിൽ ബെയറിംഗ് നിങ്ങൾ നോക്കിയ ഫിഗർ നോക്കി, നീഡിൽ ബെയറിംഗ് കൊടുത്തേണ്ടത് നീഡിലിൻ്റെ ഷേപ്പിലാണ് കൊടുത്തേണ്ടത് അല്ലേ. ഒരു നീഡിലിൻ്റെ ഷേപ്പിലാണ് ബെയറിംഗ് ഉള്ളിൽ കൊടുത്തത്, അതുകൊണ്ടാണ് നീഡിൽ ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഉള്ളിലുള്ള ഷേപ്പിനനുസരിച്ച് ബെയറിങ്ങിന് പല പേര് നമ്മൾ പറയും. ഓക്കെ, ഇത് ബോൾ ബെയറിംഗ്, ഇത് നീഡിൽ ബെയറിംഗ്. ബെയറിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെയറിങ്സ് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഈ ബെയറിങ്സ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ റോളിംഗ് ഫ്രിക്ഷൻ ആണ്, എന്താണ് സ്ലൈഡിങ് ഫ്രിക്ഷനൊക്കെ കുറവെന്ന് പറഞ്ഞു. അപ്പം മെഷീനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെയറിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റോളിംഗ് ഫ്രിക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ബെയറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ലൈഡ് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചക്രം കൂടുതലുള്ള അങ്ങനെ തന്നെ നമ്മൾ സൈക്കിളിൽ ചക്രം റൗണ്ട് ചെയ്യണം അല്ലേ. എന്നാലും നമുക്ക് സൈക്കിൾ ചക്രം റോഡിൽ ഇങ്ങനെ ഇറങ്ങിയ ഫ്രിക്ഷൻ കൂടുതലായിട്ട് ടയർ 2 ദിവസം കൊണ്ട് കയറിപ്പോകും അല്ലേ. ചക്രം കറങ്ങിയാലോ എന്ത് സംഭവിക്കും? ചക്രം കറങ്ങാനാണ് നമ്മൾ ഈ ബെയറിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ ആവുപോലെ അല്ലേ. ബെയറിങ്ങിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ബെയറിംഗ് കാണാൻ പറ്റും വീൽസിൻ്റെ അവിടെ. ഓക്കെ,
അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്തത്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബെയറിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. യാത്ര മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ നമുക്ക് ഒരു പരിധി വരെ പോളിഷ് ചെയ്ത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. പോളിഷ് ചെയ്ത സ്ഥലത്ത് ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ, പോളിഷ് ചെയ്ത ടേബിളിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഡസ്റ്റർ നിങ്ങൾ പോളിഷ് ചെയ്യാത്ത ടേബിളിൽ വെച്ച് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ പോവില്ല. ഓക്കെ, പക്ഷേ പോളിഷ് ചെയ്ത ടേബിളിൽ വെച്ച് ഡസ്റ്റ് ചെരിച്ചാലും ഈ ഡസ്റ്റർ താഴെ വീഴും. കാരണം എന്താ, പോളിഷ് ചെയ്ത ടേബിളിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ പോളിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസ് പോളിഷ്. ഓക്കെ, പോളിഷ്ഡ് സർഫസസ് യൂസ് ചെയ്യാം. ഓക്കെ, friction is also reduced by polishing surfaces. From what you have understood so far, state the methods adopted to reduce friction. അപ്പോൾ എന്താണ്, നമ്മൾ ഫ്രിക്ഷൻ ആണ് മെയിൻ ടോപ്പിക്ക് പഠിച്ചത് അല്ലേ. ഞാൻ പറഞ്ഞു രണ്ട് സർഫസുകൾ ഒന്നിനൊന്നോട് തമ്മിൽ എന്ത് ചെയ്യുമേ കോണ്ടാക്റ്റ് ആവുമ്പോൾ അവിടെ എന്താണ് പാരലായിട്ടൊരു ഫോഴ്സ് അനുഭവപ്പെടും. അതാണ് ഫ്രിക്ഷൻ എന്ന് പറയും അല്ലേ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിങ് ഫോഴ്സ് ആണ്. ഇപ്പോൾ ഒരു ബോൾ, ഇപ്പോൾ ഈ ഒരു ബോൾ എൻ്റെ മീനിൻ്റെ സൈഡിൻ്റെ മീതെ ഓടാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബോൾ സ്റ്റോപ്പ് പോകും. പിന്നെ ഈ ബോൾ ഗ്രൗണ്ടിൽ കിടന്ന് ഓടാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബോൾ സ്റ്റോപ്പ് പോകും അല്ലേ. കാരണം എന്താണ്, ഫ്രിക്ഷൻ ഉണ്ട്. ഈ ഗ്രൗണ്ട് ഈ ബോളിന് ഒരു ഫ്രിക്ഷൻ കൊടുക്കും. ഫ്രിക്ഷൻ എപ്പോഴും ഓപ്പോസിങ് ഫോഴ്സ് ആണ്. ബോളിൻ്റെ ഈ ഓട്ടത്തിനെ തടസ്സപ്പെടുത്താൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോൾ കുറച്ച് വിടേമ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഫോഴ്സാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നടക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഫ്രിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കണ്ടു. അതൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചത്, ഫ്രിക്ഷൻ അപ്പോൾ നമ്മൾ സ്ഥലത്ത് കുറേ സ്ഥലത്ത് നോൺ ബെനിഫിഷ്യറി ആണെന്ന് കണ്ടു അല്ലേ. ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മെഷീൻസിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കും അല്ലേ. അങ്ങനെ കുറേ സ്ഥലത്ത് ഫ്രിക്ഷൻ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട് അല്ലേ. മെഷീൻസാണ് കൂടുതൽ മെഷീൻസ് പെട്ടെന്ന് കേടുപാട് പറ്റും മെഷീൻസിനൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാമെന്ന് മെയിനായിട്ട് 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാണ്, ഫ്രിക്ഷൻ കുറയ്ക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാണ്. ഓക്കെ, ആ ഡിസൈനിങ് നമ്മൾ കോമൺ ആയിട്ടൊരു പേര് വിളിക്കും സ്ട്രീം ലൈനിങ്. ഇപ്പോൾ എന്താ, ഡിസൈൻ ഓഫ് എ ബോട്ട്, ഡിസൈൻ ഓഫ് എ കാർ, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് എ ബോട്ട്, ഷേപ്പ് ഓഫ് എ കാർ, ഷേപ്പ് ഓഫ് എൻ എയറോപ്ലെയിൻ എന്നൊക്കെ പറയുന്നത് സ്ട്രീം ലൈനിങ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഡിസൈൻ ഇപ്പോൾ എയറോപ്ലെയിൻ അങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തേണ്ടത് തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എയറോപ്ലെയിൻ ഡിസൈൻ ചെയ്തത് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ സ്ട്രീം ലൈനിങ് എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ബോട്ടിന് എല്ലാവരും ഒരേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിറക്കാൻ പറ്റും അല്ലേ. എല്ലാവരും ഒരേ ഷേപ്പിൽ തന്നെയാണ്. ബോട്ടുകൾ പല രീതി പെയിൻ്റൊക്കെ അടിച്ച് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ, അടിയിലുള്ള സ്ട്രക്ചർ സെയിം ആണ്. എയറോപ്ലെയിനും പല ടൈപ്പ് ഉണ്ട്. ജംബോ ജെറ്റ് ആയാലും സാധാ നോർമൽ ഫ്ലൈറ്റ് ആയാലും ഒക്കെ ഇതിന് ഷേപ്പ് വലിപ്പ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ സൈസൊക്കെ സെയിം ആണ് അല്ലേ. സോറി, സൈസിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഷേപ്പൊക്കെ സെയിം ആണ്. ഒരു പക്ഷിയുടെ ഷേപ്പ് തന്നെയാണ് എല്ലാ ജംബോ ജെറ്റ് ആയാലും സാധാ ഫ്ലൈറ്റ് ആയാലും ഒക്കെ ഇരിക്കുന്നത് ആ ഒരു പക്ഷിയുടെ ഷേപ്പിൽ തന്നെയാണ്. ഓക്കെ, അതൊക്കെ എന്തിനാണ്, അതൊക്കെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റേസിംഗ് കാർ ചെറുതാണ് അല്ലേ. നമ്മുടെ സാധാ കാർ പോലെയാണ് റേസിംഗ് കാർ. റേസിംഗ് കാറിന് കുറച്ചുകൂടി സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. എന്താണ്, റേസിംഗ് കാർ റേസിന് പോകാനുള്ളത്, അത് സ്പീഡ് കൂടണം. സ്പീഡ് കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഫ്രിക്ഷൻ കുറഞ്ഞാലാണ് സ്പീഡ് കൂടുക. അതുകൊണ്ട് റേസിംഗ് കാറൊക്കെ നമ്മൾ റേസിംഗ് വെഹിക്കിൾസൊക്കെ ആ ഒരു സ്ട്രക്ചറിലായിരിക്കും ഡിസൈൻ ചെയ്യുക. നമ്മൾ സാധാരണ കാർ എടുത്തുകൊണ്ട് റേസിങ്ങിന് പോയി കഴിഞ്ഞാൽ നടക്കുമോ, റേസിംഗ് നടക്കൂല അല്ലേ. റേസിംഗ് കാർ തന്നെ വേണം റേസിങ്ങിന്. അതൊക്കെ എന്തുകൊണ്ടാണ്, റേസിംഗ് കാർ ആ പ്രത്യേക സ്ട്രക്ചറിലാണ് ഡിസൈൻ ചെയ്തത്. നമ്മൾ സാധാരണ മാരുതി കാർ പോലെയാണ് റേസിംഗ് കാർ ഇരിക്കുന്നത് അല്ല, വ്യത്യാസമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പല വെഹിക്കിൾസിനും പല ഷേപ്പ് പോകുന്നത്. എന്തുകൊണ്ടാണ്, സ്ട്രീം ലൈൻ ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്ട്സിനെ ഡിസൈൻ ചെയ്യുന്നതിന് വ്യത്യാസം വരുന്നത്. അതാണ് സ്ട്രീം ലൈൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വീടുകളൊക്കെ നമ്മൾ കാണാറുള്ളതാണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക. നമ്മൾ വെള്ളം കോരുമ്പോൾ നമ്മൾ ഗേറ്റിൽ, നമ്മുടെ വെഹിക്കിൾസിൽ, നിങ്ങളുടെ സൈക്കിളിൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഓയിൽ ഒഴിക്കും അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഒഴിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ തൈ മെഷീനോ അങ്ങനത്തെ വലിയ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനോ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഓയിൽ കൊടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഈ ഓയിൽ കൊടുക്കുന്നത്, ഓയിൽ കൊടുക്കുന്നത് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രീം ലൈനിങ് നമ്മൾ കണ്ടു. അടുത്ത മെത്തേഡ് ലൂബ്രിക്കൻസ്. ഓക്കെ, അപ്പോൾ ഈ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഇതൊക്കെ എന്താണ്, ലൂബ്രിക്കൻസ്. ഒറ്റ പേരിൽ നമ്മൾ ഇതിനെന്ത് പറയും, ലൂബ്രിക്കൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഓയിൽ ഗ്രീസൊക്കെ ലിക്വിഡായിട്ടാണ് ഇരിക്കണേ.
അതുപോലെ തന്നെ സോളിഡ് ആയിട്ടിരിക്കുന്ന ലൂബ്രിക്കൻ്റ് ഉണ്ട്. ആ ലൂബ്രിക്കൻ്റാണ് ഗ്രാഫൈറ്റ്. ഇപ്പോൾ വലിയ വലിയ മെഷീൻസിലൊക്കെ ഓയിൽ കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കുറേ നാളത്തേക്ക് ഉണ്ടാവും. തീരുമ്പോൾ വേറെ ഗ്രാഫൈറ്റിൻ്റെ കട്ട എടുത്തിട്ടാൽ നമ്മളത് കുറേ നാളത്തേക്ക് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ലൂബ്രിക്കൻസിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതെന്ന് പറയുന്നത് ബെയറിംഗ് വയ്ക്കും. നമ്മൾ ബെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മൂവ് ചെയ്യുന്ന പാർട്സൊക്കെയാണ്. മെഷീൻ്റെ മൂവ് ചെയ്യുന്ന പാർട്സ് ഉണ്ട് അല്ലേ, എല്ലാ മെഷീനും മൂവ് ചെയ്യുന്ന പാർട്സ്. ആ മൂവ് ചെയ്യുന്ന പാർട്സൊക്കെ ഒരു ബെയറിംഗിനായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫാൻ, ഓക്കെ, ഫാനിന് ഒരു ബെയറിംഗ് ഉണ്ട്. എന്താ, ഫാൻ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഇങ്ങനെ നമ്മൾ എന്താ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഫാനിന് ഒരു ബെയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം മൂവ് ചെയ്യണ സൈക്കിളിന് ബെയറിംഗ് ഉണ്ട്. ഓക്കെ, മൂവിങ് പാർട്സിനൊക്കെ ഓരോ ബെയറിംഗ് ഉണ്ടാവും. കാരണം എന്താണ്, ഈ ബെയറിംഗ് യൂസ് ചെയ്യുന്നത് ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബെയറിംഗ് ഇനിയും കറങ്ങാൻ പെട്ടെന്ന് പറ്റില്ല. ബെയറിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറക്കം നടക്കും. ഓക്കെ, അവസ്ഥയിൽ പെട്ടെന്ന് കറങ്ങാൻ പറ്റും. ബെയറിങ്ങിൻ്റെ പ്രത്യേകത ഇതാണ്. ഓക്കെ, സൈക്കിളിലൊക്കെ ഉള്ളത് അതിൻ്റെ ഉള്ളിലുള്ള ഷേപ്പ് അനുസരിച്ച് ബെയറിങ്ങിന് പല പല പേര് കൊടുക്കും. ഇപ്പോൾ ബോളാണെന്നുള്ളിൽ ബോൾസ് ആണെന്നുണ്ടെങ്കിൽ ബോൾ ബെയറിംഗ് എന്ന് പറയും. ഉള്ളിൽ നീഡിൽ പോലെ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നീഡിൽ ബെയറിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്ത് ബെയറിംഗ് കോമണായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റോളിംഗ് ഫ്രിക്ഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെയറിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പോളിഷിങ് സർഫസ്. നമ്മൾ സർഫസൊക്കെ പോളിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. സർഫസിൽ പോളിഷാണ് നമ്മൾ ശ്രദ്ധിച്ച് കാണാൻ പറ്റും. നമ്മളെന്താ ഈ ടൈൽസിലൊക്കെ ചില സ്ഥലങ്ങളിൽ ടൈൽസിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാല് തെന്നിപ്പോവും അല്ലേ. കാരണം എന്താണ്, ഈ ടൈൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോളിഷ് ആയിട്ടുള്ള സർഫസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിൽ എന്താണ് നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിൽ ഒരു കട്ടയുണ്ട് അല്ലേ, കട്ട കാണാൻ പറ്റും. നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിൽ ഓരോ ഡിസൈനുകളിൽ വരകൾ കാണാൻ പറ്റും. കാരണം എന്താണ്, അത് പിന്നെ അതൊരു ഫ്രിക്ഷനെ തടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ് കട്ടകൾ. അപ്പോൾ ആ കട്ടകളില്ല. അതേപോലെ തന്നെ പോളിഷ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ടൈൽസിലൊക്കെ വെള്ളം കിടന്നത് തെന്നിയടിച്ച് വീഴുന്നത്. അവിടെ എന്താ, അവിടെ പോളിഷ് ആയിട്ടുള്ള സർഫസ് ആണ് അല്ലേ, ഇത് മിനുസമുള്ള സർഫസ് ആണ്. അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. അതിൻ്റെ കൂടെ വെള്ളം കൊണ്ടേ വരുമ്പോൾ നമ്മൾ സുഖമായിട്ട് തെന്നിയുണ്ട് വീഴും. ഫ്രിക്ഷൻ കിട്ടില്ല, അപ്പോൾ നമ്മൾ വീഴും. ഓക്കെ, പക്ഷെ അതൊരു സിമെന്റ് തലയാണെന്നുണ്ടെങ്കിൽ വെള്ളം കിടന്നാൽ അത്ര പെട്ടെന്ന് നമ്മൾ വീഴില്ല. കാരണം അവിടെ ഫ്രിക്ഷൻ കുറച്ചുകൊണ്ടേ ഉണ്ടാവും അല്ലേ. അപ്പോൾ സർഫസ് പോളിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഫ്രിക്ഷൻ കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ പോളിഷ് സർഫസ് യൂസ് ചെയ്താലും ഫ്രിക്ഷൻ കുറയും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രിക്ഷനെ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കേട്ടോ, 4 പോയിന്റ്സേ ഉള്ളൂ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ത്രസ്റ്റ്. അപ്പോൾ ഫ്രിക്ഷൻ്റെ കാര്യം നമുക്ക് കഴിഞ്ഞു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ത്രസ്റ്റ് ആൻഡ് പ്രഷർ ആണ്. ഓക്കെ, ത്രസ്റ്റ് ആൻഡ് പ്രഷർ. ഓക്കെ, അത് പറഞ്ഞുതരാം. ഒരു കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കാം നമുക്ക്. ഒരു കൊച്ചിൻ്റെ കാലുമ ആണി കയറി. ഓക്കെ, അപ്പോൾ പുള്ളി പറയാണ്, മറ്റേ ആൾ പറയാണ് എന്താണ്, സോ മച്ച് ടു വറി ഫോർ മിയറിംഗ്ലി സ്റ്റെപ്പിംഗ് ഓൺ എ നെയിൽ. ഐ ക്യാൻ ഈവൻ ലൈ ഓൺ എ ബെഡ് ഓഫ് നെയിൽസ്. എന്താണ്, ഒരു ആണിന്ന് നമുക്ക് കാല് ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ, ആണി നമ്മുടെ കാലിൽ തുളഞ്ഞു കയറും. പക്ഷേ ഒരു കൂട്ടം ആണിന്ന് നമ്മൾ കാല് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേനെടുക്കില്ല. അതുപോലെ എന്താ ഈ പുള്ളി പറയാണ്, എന്താണ്, ഒരു കൂട്ടം, ഒരു ബെഡ് ഓഫ് നെയിൽ, ഒരു നെയിലിൻ്റെ ബെഡ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ എനിക്ക് കിടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹിന്ദുസിൻ്റെ ഒരു പുരാണത്തിലെ ഒരു അമ്പിൻ്റെ ശയ്യയിലൊക്കെ കിടന്ന ഒരു ആളുണ്ട് അല്ലേ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ കഥ കേട്ടിട്ടുള്ളതാണ്. എൻ്റെ അമ്പ് കൊണ്ട് ഒരു കിടക്ക ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കിടന്നിട്ടുണ്ട് അല്ലേ, ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം അതെങ്ങനെയാണ്, ഒരു അമ്പിൻ്റെ മീതം ഒരു ആണയുടെ മീതം നമുക്ക് കാലി തൊട്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അത് കാലം തുറന്നു കയറും. പക്ഷെ ഒരു കൂട്ടം ആണി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മീത് കാല് ചവിട്ടി നിൽക്കാൻ പറ്റും. നമ്മുടെ കാലിൽ നിന്ന് പറ്റാണ്ട് നിൽക്കാൻ പറ്റും. കാരണം എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ കാരണം നമുക്ക് താഴത്തേടെ പോകുമ്പോൾ പറയാം. അതേപോലെ നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ലൈൻ, പൗഡേർഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മായ. ഓക്കെ, കുമ്മായാണ് ലൈൻ എന്ന് പറയുന്നത്. കുമ്മായ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 3 ട്രേഡ് ഇടാം. എന്നിട്ട് ഓരോ സെയിം വെയിറ്റുള്ള 3 ഇഷ്ടിക എടുക്കുക. ഓക്കെ, അപ്പോൾ 3 പാത്രത്തിൽ നമ്മൾ ഒരേ അളവിലുള്ള കുമ്മായ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ 3 സെയിം വെയിറ്റുള്ള ഇഷ്ടിക എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇഷ്ടിക 3 സൈസിലിടാം. അപ്പം നമ്മൾ ഈ ഡസ്റ്റർ തന്നെ എനിക്ക് 3 രീതിയിലിടാൻ പറ്റും അല്ലേ. അപ്പോൾ കുമ്മായ വെച്ചിട്ട് ഞാൻ ഡസ്റ്റർ ഇങ്ങനെ ഇട്ടു അല്ലേ, നേരെ ഇട്ടു. അപ്പം ഇങ്ങനെ നിർത്തിയിടാൻ പറ്റും, പിന്നെ ഇങ്ങനെ എനിക്ക് ചേരിച്ചിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ വുഡൻ ഈ ബ്രിക്ക് ഇഷ്ടിക നിങ്ങൾ 3 രീതിയിലിടാം. ഒന്നാമത്തെ രീതി ഇങ്ങനെ കുത്തിയിട്ടു അല്ലേ, ഇങ്ങനെ ഇട്ടു. രണ്ടാമത്തെ രീതി ഇങ്ങനെ കിടത്തിയിട്ടു. മൂന്നാമത്തെ രീതി എങ്ങനെയാണ്, ഇങ്ങനെ പരത്തിയിട്ടു. ഓക്കെ, ഇങ്ങനെ സർഫസ് ഏരിയ കൂട്ടിയിട്ടു.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതിലായിരിക്കും കൂടുതൽ ഇമ്പ്രഷൻ വരാമെന്നാണ് ചോദ്യം. ഏറ്റവും എങ്ങനെ ഇഷ്ടിക ഇട്ടപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ താഴ്ന്നു പോയിട്ടുണ്ടാകും. ഓക്കെ, നമ്മൾ ഇഷ്ടിക ഈ കുമ്മായത്തിലേക്ക് ഇടുമ്പോൾ എന്താ ഇഷ്ടികയുടെ കനം കൊണ്ട് ഈ കുമ്മായം കുറച്ച് ആ സ്ഥലത്ത് മാറിയൊരു നമ്മൾ എന്താ ഒരു വെയിറ്റുള്ള വസ്തു ഒരു കുമ്മായത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കും, ആ ഇട്ട സ്ഥലത്ത് കുമ്മായം താഴ്ന്നു പോകും അല്ലേ. ഒരു ബോൾ നമ്മൾ ഇടാന്നുണ്ടെങ്കിൽ ബോളിൻ്റെ ഷേപ്പ് അവിടെ വരും, കുഴിഞ്ഞു പോകും. ഇപ്പോൾ ഇഷ്ടിക ഇടാന്നുണ്ടെങ്കിൽ ഇഷ്ടികയുടെ അതവിടെ വീഴുമ്പോൾ അത്രയും സ്ഥലം കുഴിഞ്ഞു പോകും. അപ്പോൾ ഏത് രീതിയിൽ ഇടുമ്പോഴായിരിക്കും ഗ്രേറ്റർ ഇംപ്രഷൻ, അവിടെ കുഴി വലിയ ഡീപ്പായിട്ടുള്ള കുഴി വന്നിട്ടുണ്ടാവുക. ഇഷ്ടിക എങ്ങനെ ഇടുമ്പോഴായിരിക്കും, ഇപ്പോൾ ഫോണിൽ എങ്ങനെ ഇടുമ്പോഴാണോ ഇങ്ങനെ ഇടുമ്പോഴാണോ അത് ഇങ്ങനെ ഇടുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വരാം. ഏറ്റവും കുറവ് സർഫസ് ഏരിയ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രിക്ക് ഇങ്ങനെ നീർത്തിയിടുമ്പോഴാണ് സർഫസ് ഏരിയ കുറവുണ്ട്. ബ്രിക്ക് ഇങ്ങനെ നീർത്തിയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, ഈ മണി ഇപ്പോൾ ഇതാണ് ലൈൻ. ഓക്കെ, ഇവിടേക്ക് നമ്മൾ ഇടുമ്പോൾ ഇത്രയും പോർഷൻ മാത്രം എന്താ കോണ്ടാക്ട് വരുന്നുള്ളൂ, ഇത്രയും പോർഷൻ മാത്രം കുമ്മായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സർഫസ് ഏരിയ കുറവാണ്. അപ്പോൾ അവിടെ കൂടുതൽ സർഫസ് ഏരിയ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവിടെ കൂടുതൽ ഡിപ്രഷൻ വരും, അവിടെ കൂടുതൽ പ്രഷർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടു, ബ്രിക്ക് ഇങ്ങനെ ഇട്ടു, ബ്രിക്ക് ഇങ്ങനെ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു, ഈ മൊത്തം ഏരിയ ഈ ലൈനിൽ വന്നു. അപ്പോൾ സർഫസ് ഏരിയ കൂടി. സർഫസ് ഏരിയ കൂടുമ്പോൾ എന്താ, പ്രഷർ കുറയും. അപ്പോൾ അത്രയും ഇംപ്രഷൻ എന്താ, അത്രയും താഴ്ച നമ്മൾ ഇങ്ങനെ ഇട്ട അത്രയും താഴ്ച ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ ഇട്ടാലും അത്രയും താഴ്ച ഉണ്ടാവില്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ ഈ ഭാഗമാണ് ഇട്ടത്, ഇവിടെ സർഫസ് ഏരിയ എന്താ ഈ ഭാഗത്തിന് ആദ്യം ഇട്ട ഭാഗത്തിന് അപേക്ഷിച്ച് സർഫസ് ഏരിയ കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പ്രഷർ കുറയും. ഓക്കെ, സർഫസ് ഏരിയ കൂടാന്നുണ്ടെങ്കിൽ പ്രഷർ കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ആണിയുടെ മീതെ കിടക്കാൻ പറ്റും. കുറേ ആണി, ഒരു ആണി എന്നിരിക്കേണ്ട എത്രയായി മാത്രമേ അല്ലേ, ഏരിയ ഇത്രയും വരുന്നുള്ളൂ. അപ്പോൾ കുറേ ആണികളുണ്ടെങ്കിൽ സംഭവിക്കും, കുറേ ആണികളുണ്ടെങ്കിൽ സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, സുഖമായിട്ട് നമ്മൾ മീതെ കിടന്നാൽ നമുക്കൊന്നും പറ്റില്ല. ഓക്കെ, പ്രഷർ ഒരാണിമ നമുക്ക് കിടക്കാൻ പറ്റില്ല, കാരണം അവിടെ പ്രഷർ ഈ ആണിമ നല്ല പ്രഷറുണ്ട് അല്ലേ. നമ്മൾ ചുറ്റും ഒരു കൂട്ടാണി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും, സർഫസ് ഏരിയ കൂടുന്നതോറും നമ്മുടെ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ നമുക്ക് അത്രയും എന്താ, പ്രഷർ കുറയുമ്പോൾ ആ ആണിമ കിടക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്, ഒരു ആണിമ നിൽക്കാൻ പറ്റില്ല, പക്ഷെ ഒരു കൂട്ടം ആണിമ കിടക്കാൻ പറ്റും എന്ന് പറയുന്നതാണ്. നമ്പർ ഓഫ് നീഡ്സ് കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടും, സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, അത് നമ്മുടെ പിന്നെ വെയിറ്റ് മെഷർമെൻ്റ് ഒന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ടേബിൾ ഫില്ല് ചെയ്യുന്നില്ല. ഫില്ല് ചെയ്യാനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ലേബറിൻ്റെ എൻ്റെ ഇല്ല, ലേബറിൻ്റെ കിട്ടാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോക്സ് ഫില്ല് ചെയ്യണമെന്ന് അറിയാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലേബറിൻ്റെ അറിയണമെങ്കിൽ അത് ഫോട്ടോ ഒന്ന് അയച്ചു തന്നാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വെയിറ്റ് നോക്കണേ കേട്ടോ. എൻ്റെ ഇപ്പോൾ അതിനുള്ള സോഴ്സ് ഇല്ല, വെയിറ്റ് നമ്മളൊരു ഇത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനത് പറഞ്ഞു തന്നില്ല, കാര്യമൊന്നുമില്ല, ജസ്റ്റ് അത് വെച്ച് ഫില്ല് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് മെഷർമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ നോക്കാനാണ്, പിന്നെ അടുത്ത് വെയിറ്റ് നോക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ഒക്കെ ബ്രിക്കിൻ്റെ ഒക്കെ എടുക്കണം, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ ബോക്സ് ഫില്ല് ചെയ്യാത്തത്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, പി ആണ് പ്രഷർ, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, പ്രഷർ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. എഫ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ, ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ, ആ കാര്യമുള്ളൂ. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറവായിരിക്കും, ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ത്രസ്റ്റ് എന്താണെന്ന് നോക്കാൻ പോകണം. ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ഈസ് ത്രസ്റ്റ് ആൻഡ് ത്രസ്റ്റ് പെർ, അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രഷറിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് പെർ ഏരിയ എന്ന് പറയും. ഓക്കെ, ഫോഴ്സ് പെർ ഏരിയ എന്ന് പറയും. അതുപോലെ തന്നെ വേറെ ഇക്വേഷൻ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബൈ ഏരിയ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സർഫസിൽ ഒരു ആണി കുത്തി. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ആണി കുത്തി. അപ്പോൾ ഈ സർഫസിൽ മൊത്തം അതിൻ്റെ ഒരു അനുഭവപ്പെടില്ലേ, അതിൻ്റെ ഒരു ഫോഴ്സ് അനുഭവപ്പെടില്ലേ. ഓക്കെ, ഞാൻ ഈ ചുമരുമ്പോൾ ഒരു ആണി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആണി അടിക്കുമ്പോൾ ഈ ചുമരുമ്പോൾ മൊത്തം ഒരു ആണിയുടെ ഫോഴ്സ് അനുഭവപ്പെടും അല്ലേ. ആ സർഫസ് അടിക്കുന്ന ഏരിയയിൽ മൊത്തം അതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടാകും അല്ലേ, ഒരു ഫോഴ്സ് ഉണ്ടാവും. എന്തായാലും നമ്മൾ ആണി ചുറ്റി വെച്ച് അടിക്കുമ്പോൾ നല്ല ഫോഴ്സിൽ അടിക്കണേ. അപ്പോൾ അടിക്കുമ്പോൾ എന്താ, ഈ വോളിലാണെങ്കിൽ ഈ വോളിൽ മൊത്തം ഒരു ചെറിയതായിട്ട് രീതിയിലൊരു ഫോഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ആ ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ഏരിയയിൽ മൊത്തം അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ത്രസ്റ്റ്. ഓക്കെ, ഇനി പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഈ ആണി അടിക്കുമ്പോൾ ഈ ആണി അടിച്ച ഭാഗത്ത് കുറച്ചുകൂടി കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടും അല്ലേ. ബാക്കി ഭാഗത്തിന് കമ്പയർ ചെയ്തിട്ട് ഈ ആണി അടിക്കുന്ന ഭാഗത്ത് കുറച്ച് കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ആണി അടിക്കുന്ന ഭാഗത്തുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് പ്രഷർ. ഓക്കെ, അപ്പോൾ അത്രയാണ് വ്യത്യാസം. ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് ഏരിയയിൽ മൊത്തം അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ത്രസ്റ്റ്. ഓക്കെ, ഈ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ്
നമ്മുടെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് മാത്രം, ഈ ആണിയിരിക്കുന്ന സ്ഥലത്ത് മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഓക്കെ, ത്രസ്റ്റും ഫോഴ്സും പ്രഷറും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ പ്രഷറിന് വേറെ ഇക്വേഷൻ എന്ന് പറയുന്നത് ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, പ്രഷർ ഇസ് ഈക്വൽ ടു thrust per area. Okay. From this equation we can conclude that unit of pressure is Newton per meter square, or നമ്മൾ തന്നെ പറയുന്ന പേരാണ് യൂണിറ്റിനെ പറഞ്ഞ പേരാണ് പാസ്കൽ. പാസ്കൽ എന്ന സയന്റിസ്റ്റ് ആണ് നമ്മൾ പ്രഷർ കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ പാസ്കൽ എന്നുള്ള പേര് കൊടുക്കുന്നത്. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതെങ്ങനെ വന്നതെന്ന് അറിയോ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈ ഇക്വേഷനിൽ നിന്നാണ് ആ ഒരു യൂണിറ്റ് വന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അല്ലേ? നമ്മൾ പഠിച്ചു ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പഠിച്ചു. ഏരിയയുടെ യൂണിറ്റ് എന്താണെന്ന് അറിയാം? ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റ് വന്നത്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് പാസ്കൽ. ഓക്കെ, പാസ്കൽസ്. രണ്ട് യൂണിറ്റ്സ് പറയാം, ഒന്നുമില്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയാം. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന ഈ ഇക്വേഷനിൽ നിന്നാണ്. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്ന് വന്നു. നമുക്ക് അതുപോലെ പാസ്കൽ എന്ന സയന്റിസ്റ്റ് ആണ് പ്രഷറിനെ കുറിച്ച് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് പാസ്കൽ സയന്റിസ്റ്റിന്റെ പേരിൽ നമ്മൾ യൂണിറ്റ് കൊടുത്തു പാസ്കൽ. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഏരിയയും ശരിയാണ്. ഒന്നും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എഴുതാം, അല്ലെങ്കിൽ പാസ്കൽ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രഷറിന്റെ കാര്യം പഠിച്ചു അല്ലേ? പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് പെർ ഏരിയ ആണ് പ്രഷർ. ഒരു യൂണിറ്റ് നമ്മൾ കണ്ടു. ഇനി എന്താ നോക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ is there any difference in the total force exerted by the brick in all situations in the experiment you have done? Which is the surface of the brick having minimum area of contact, in which arrangement of the brick does it produce a deeper depression in the powder line? അപ്പോൾ ഇഷ്ടികട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏത് സ്ഥലത്തായിരിക്കും ഡീപ്പർ ആയിട്ടുള്ള ഡിപ്രഷൻ, കുഴി ഏറ്റവും കൂടിയ ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടത് എങ്ങനെ ബ്രിക്ക് ഇട്ടപ്പോഴായിരിക്കും? ഞാൻ പറഞ്ഞു എന്താണ്, സർഫസ് ഏരിയ കുറവുള്ള രീതിയിൽ ബ്രിക്ക് ഇട്ടപ്പോഴായിരിക്കും കൂടുതൽ പ്രഷർ വന്നത് അല്ലേ? കാരണം എന്താണ്, പ്രഷർ കൂടുമ്പോഴാണ് ഡിപ്രഷൻ കൂടുന്നത്. ഓക്കെ, ഡിപ്രഷൻ കൂടുന്നതോറും പ്രഷർ കൂടും. ഓക്കെ, താഴെ പോകുന്നതോറും പ്രഷറിന് കൂടുതലായിരിക്കും. അപ്പം ഒരു ബ്രിക്ക് എന്താണ്, നമ്മളിനി കുറച്ച് ഭാഗം ടച്ച് ചെയ്യുന്ന രീതിയിൽ മിനിമം സർഫസ് ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ നമ്മുടെ പ്രഷർ കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ ഡിപ്രഷൻ, വലിയ കുഴി നമുക്ക് കിട്ടും. ഡിസ്കസ് യുവർ ഫൈൻഡിങ് വിത്ത് യുവർ ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ ഉണ്ടാവും. ഈ അയണ്ണയിൽമ കിടക്കണുണ്ട്, അയണ്ണയിൽമ കിടക്കണ ഒരു ബെഡ് ഫുൾ അയണ്ണയിലാണ്. അപ്പോൾ അത്രയും സർഫസ് ഏരിയയിലേക്ക് ആ പ്രഷർ വ്യാപിച്ചു. പ്രഷർ എന്തായിരിക്കും, കുറഞ്ഞു. സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റും, അയണ്ണയിൽസ് കിടക്കാൻ പറ്റും. അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. While applying a given force, pressure decreases when the area of surface of contact increases. When the area decreases, pressure increases. ഞാൻ പറഞ്ഞ കാര്യം തന്നെ എന്താണ്, ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും, പ്രഷർ കൂടുമ്പോൾ ഏരിയ കുറയും. ഓക്കെ, അപ്പോൾ പ്രഷറും ഏരിയയും തമ്മിലൊരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, ഒരു വിപരീത ബന്ധമാണുള്ളത്. ഏരിയ കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും. ഓക്കെ, ഏരിയ കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടും. ഇതാണ് നിങ്ങൾക്ക് ബോക്സിൽ തന്നിട്ടുള്ളത്, അത് ബോക്സിൽ എഴുതണം. While applying a force, the pressure decrease when area of surface of contact increases. ഓക്കെ, സ്കൂളിൽ ഏരിയയിൽ ആ കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ പ്രഷർ കുറവായിരിക്കും. കുറച്ച് ഏരിയയിൽ ഒരു കോണ്ടാക്ട് വരുന്നുള്ളൂന്നെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. ഇതിൻ്റെ അർത്ഥം ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും, ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. ഓക്കെ, you might have understood that it is made to be able to lie on a bed of nails അല്ലേ? അതുകൊണ്ടാണ് നമുക്കൊരു ആണിയുടെ കിടക്കാൻ പറ്റും എന്ന് പറയുന്നത്. Given below are certain situations in which variation in the pressure is brought about by increasing or decreasing the area of surface. How I explain how these are useful. എന്താണ് പറയുന്നത്, കൺസ്ട്രക്ഷൻ ഓഫ് എ നൈഫ് വിത്ത് എ ഷാർപ്പ് എഡ്ജ്. എന്തുകൊണ്ടാണ് നമ്മൾ കത്തികൾക്കൊക്കെ ഒരു കൂർമ്പനുള്ള മൊന കൊടുത്തിരിക്കുന്നത്? എന്താണ്, നമുക്ക് കത്തിയൊക്കെ അറിയാം, കൂർമ്പ് ഒരു ടിപ്പിലേക്ക് വരുന്നവർ കൂർത്ത് വരും അല്ലേ? കാരണം എന്താ, അവിടെ ഏരിയ കുറയും. ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിന് മുറിക്കാൻ പറ്റും. നല്ല ഫോഴ്സ് ഇട്ട് നമ്മൾ ഫോഴ്സ് ഇട്ട് വെട്ടേണ്ട ആവശ്യമില്ല. എന്താണ്, പ്രഷർ കൂടുതലായിരിക്കും. കാരണം എന്താ, ഈ നൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നൈഫാണ് അല്ലേ? ഇങ്ങനെ ഒരു നൈഫാണ് ഞാൻ പറയുന്നത്.
വരയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നൈഫ്. ഓക്കെ, ഇങ്ങനെയല്ലേ നൈഫ് വയ്ക്കുക? നൈഫ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ വെള്ള നൈഫ് നോക്കി കഴിഞ്ഞാൽ തുമ്പിലേക്ക് പോകുന്തോറും അത് എന്തായിരിക്കും, ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജായിട്ട് പോകുന്നുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ഒരു നൈഫ് അങ്ങനത്തെ എല്ലാത്തും ഉണ്ട്. അങ്ങനെയുള്ള നൈഫുകൾക്ക് എന്താ പറയുക, അങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏരിയ കുറയും. ഏരിയ കുറയുമ്പോൾ നമ്മുടെ പ്രഷർ കൂടും. പ്രഷർ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിക്കാൻ പറ്റും. അതാണ് ആ ഒരു രീതിയിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ, കൺസ്ട്രക്ടിങ് ബിൽഡിംഗ് വിത്ത് വൈഡർ ബേസ്മെന്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഡർ നമ്മളിപ്പോൾ വീടിൻ്റെ തറ കെട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിന് തറ കെട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ഇപ്പോൾ ഇതാണ് തറ അല്ലേ? നമ്മൾ ബിൽഡിങ് പണിയുമ്പോൾ ഈ തറയുടെ പുറത്തിട്ട് പണിയോ അതേ അകത്തിട്ട് പണിയോ? എപ്പോഴും ബിൽഡിങ് തറയുടെ ഉള്ളിലായിരിക്കും അല്ലേ? തറയുടെ ഉള്ളിലായിട്ടല്ലേ ബിൽഡിങ് പണിയാ, തറയുടെ പുറത്തേക്ക് പോവില്ല. കാരണം എന്താണ്, ഇങ്ങനെ ഒരു പണിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏരിയ കൂടുതലാണ് അല്ലേ? ഇവിടെ ഏരിയ കൂടുതലായതുകൊണ്ട് എന്തായിരിക്കും, ഇവിടെ പ്രഷർ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ തന്നെ ഈ ബിൽഡിങ്ങിന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. പ്രഷർ, ഈ മുകളിലുള്ള പ്രഷറൊക്കെ എന്തായിരിക്കും, ഈ ബിൽഡിങ് താങ്ങാൻ പറ്റും. പക്ഷേ ഈ ബിൽഡിംഗ് നമ്മൾ പുറത്തേക്ക് വന്നാലോ സർഫസ് ഏരിയ കൂടും അല്ലേ? അപ്പോൾ ഈ അടിയിലുള്ളതിനൊക്കെ പ്രഷർ മുകളിൽ വരും. അപ്പോൾ ബിൽഡിങ്ങിന് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബിൽഡിങ് സ്ട്രോങ് ആയിട്ടിരിക്കാൻ നമ്മൾ തറ കുറച്ച് വീതിയിൽ പണിയും. എന്നിട്ട് നമ്മുടെ വീടൊക്കെ ആ തറയുടെ ഉള്ളിലിട്ടായിരിക്കും പണിയും. ഓക്കെ, കൺസ്ട്രക്ടിങ് അത് കഴിഞ്ഞ് ഇനി കണക്ടിങ് ദ വെഹിക്കിൾസ് ഓഫ് ടാങ്ക്സ് ഓർ അതർ സച്ച് വെഹിക്കിൾസ് യൂസിങ് വൈഡ് ജീൻസ് അല്ലേ? നിങ്ങൾക്ക് അറിയാൻ ആ ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാം, യുദ്ധത്തിൻ്റെ ഒരു സംഭവമാണ് അല്ലേ? അത് ആ മിസൈലൊക്കെ പോണ ഒരു വെഹിക്കിളാണ്. അപ്പോൾ അതെന്താണ്, അത് പരന്ന എന്താണ് വലിയ ചക്രം നോക്കി കണ്ട വൈഡ് ചെയിൻസ് ആണ് യൂസ് ചെയ്താണ് അത് ഉണ്ടാക്കിയത് അല്ലേ? എന്തുകൊണ്ടാണ്, പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പിൽ അത് ചെയ്തത്. അങ്ങനെ വലിയ ടാങ്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കനം കൂടുതലാണ്. പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ്, ആ ചെയിനിൻ്റെ സെറ്റപ്പ് യൂസ് ചെയ്തത്. മേക്കിംഗ് എ സ്യൂയിങ് നീഡിൽ വിത്ത് എ ഷാർപ്പ് ടിപ്പ്. എന്തുകൊണ്ടാണ്, തുന്നണ സൂചിക്ക് ഷാർപ്പ് ടിപ്പാണ്. കാരണം എന്താണ്, ഷാർപ്പ് ടിപ്പായതുകൊണ്ട് അവിടെ സർഫസ് ഏരിയ കുറവായിരിക്കും. സർഫസ് ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിക്കുക, പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുതലായി നമുക്ക് വേഗം തുന്നാൻ പറ്റും, പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു ഷാർപ്പ് ടിപ്പ് സൂയിങ് നീഡിൽസിന് വെച്ചേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ പ്രഷറിൻ്റെ ഡിഫറൻസ്. പ്രഷർ ചില സ്ഥലത്ത് കൂടുതലുണ്ടാവും, ചില സമയത്ത് കൂടുതൽ പ്രഷർ വേണം, ചില സ്ഥലത്ത് കുറവ് പ്രഷർ മതി. ഓക്കെ, പ്രഷർ നമ്മൾ കണ്ടു. മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രഷർ എന്താണ്, പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയും, അല്ലെങ്കിൽ ഫോഴ്സ് പെർ ഏരിയ എന്ന് പറയും. പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പിന്നെ എന്താ നമ്മൾ കണ്ടത്, പിന്നെ ഈ ഇങ്ങനെയൊക്കെയാണ് എന്താണ്, ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും, ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. അതിൻ്റെ വേരിയസ് സിറ്റുവേഷൻ, അതൊക്കെ എപ്പോഴൊക്കെയാണ് ആ സിറ്റുവേഷൻസ് നമുക്ക് ബെനിഫിഷ്യൽ ആവണമെങ്കിൽ നമ്മൾ കണ്ടു അല്ലേ? വീട് പണിയുന്ന കാര്യം കണ്ടു, കത്തിയുടെ ടിപ്പിൻ്റെ കാര്യം കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ എങ്ങനെയാണ് ഈ പ്രഷറും ഏരിയയും തമ്മിലുള്ള റിലേഷൻ എന്ന് കണ്ടു അല്ലേ? നമ്മളുടെ ലിക്വിഡ് പ്രഷറാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു. ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഓക്കെ, എല്ലാവരും പഠിക്കുക, നോട്ട് ചെയ്താൽ. നോട്ട് എൻ്റെ കയ്യിലാണ്. സാർ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ട് ഞാൻ നോട്ട് തിരിച്ച് കഴിയുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം. വെക്കാത്തവർ ദിവസങ്ങളിൽ വെക്കാം കേട്ടോ. താങ്ക് യു.